ഓക്കെ സുഹൃത്തുക്കളെ, എനിക്കിവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അതാണ് JCB ഡ്രൈവർ ആയിട്ടുള്ള ജോലിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ JCB ഡ്രൈവർ ആയ എനിക്കൊരാളോട് പ്രതികാരം വീട്ടാനുണ്ട്. അതെൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരനാണ്, നിഖിൽ. ചിലവർക്ക് നിഖിലിനെ അറിയുള്ളൂ. ആ നിഖിലിനോട് എനിക്കൊരു പ്രതികാരം വീട്ടണം, അതും ഈ JCB വെച്ചിട്ട്. അന്ന് ഒരു ദിവസം അവൻ ഒരു വലിയ ടാങ്കർ ലോറി കൊണ്ടുവന്നിട്ട് എൻ്റെ സൂപ്പർ കാറിൻ്റെ മേത്തൽ ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ വീട്, ഇനി ഇവൻ്റെ കാറ് ഞാൻ ചമ്മന്തിയാക്കും. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നിഖിലിൻ്റെ വീട്. അപ്പോൾ നമുക്ക് നിഖിലിപ്പോൾ വീട്ടിലുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഒന്ന് അവനെ വിളിച്ച് നോക്കാം. ഈ സ്വിമ്മിംഗ് പൂളിൽ എൻ്റെ JCB വെച്ചേക്കാം. അവർ റിച്ചാണ് കേട്ടാ. GTR കയ്യിൽ. എവിടെ അവൻ? നിഖിലിനെ താഴത്തൊന്നും കാണാനില്ല, അവൻ മേലെ ഉണ്ടാവും. നിഖിലേ, പൊന്നത് എവിടെ? ഇവിടെ നിൽക്കുന്നുണ്ട്. നിഖിലേ, എനിക്ക് നിനക്കൊരു സർപ്രൈസ് തരാനുണ്ട്. നീ ഇവിടെ തന്നെ നിൽക്കണേ. അവൻ്റെ ശബ്ദത്തിന് ഇത്തിരി പ്രശ്നമുണ്ട്. അയ്യോ, എൻ്റെ തല, അമ്മോ, എന്താ വേദന. ഞാൻ പണി കൊടുക്കും. ഇതൊന്നും കരുതിയിട്ടേ ഞാൻ പണി കൊടുക്കാതിരിക്കില്ല. ഞാൻ ഇവന് പണി കൊടുത്തിട്ടേ ഞാൻ അടങ്ങൂ, ഇല്ലേ ശരിയാവൂല. ഇവൻ്റെ ഈ കാർ ഞാനങ്ങ് കത്തിച്ചാലോ എന്നാണ് ആലോചന. പക്ഷേ അത് വേണ്ട, കത്തിക്കണ്ട. അവൻ എൻ്റെ കാറ് കത്തിച്ചിട്ടില്ല, അപ്പം ഞാനെന്തിനാണ് കത്തിക്കുന്നത്? എൻ്റെ ഒരു സൂപ്പറയാണ് അവൻ നശിപ്പിച്ചത്. ആ സൂപ്പർ ഡോറും എല്ലാം അങ്ങ് നശിപ്പിച്ചിട്ടു. ഇവൻ്റെ കാറിന് ഞാൻ ശരിക്കും പണി കൊടുക്കും. ഇതിങ്ങനെ കയറ്റി നിർത്തുക. അങ്ങനെ നിഖിലിൻ്റെ കാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നശിക്കി എന്നെ കമഴ്ത്തിടാം. എന്താ രസം. അത് ശരി, നീ മലർന്നോ? കമുന്ന് കിടക്കുന്ന GTRനെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. ഫ്രാങ്ക്ലിനെ, നീ ഇപ്പോൾ കാണിച്ചത് എന്ത് പണിയാണ്? നീ ഇപ്പോൾ കാണിച്ചത്, ഇത് ചെയ്തത് വല്ല മോശമായി പോയി. അത് കുഴപ്പമില്ല ബ്രോ, സാരമില്ല. നീ ചെവിയിൽ നുള്ളിക്കോ, ഇതിനുള്ള പണി ഞാൻ നിനക്ക് തരൂടാ ചതിയ. തന്നോ, ഞാൻ കുറേ പണിയൊക്കെ ഏറ്റുണ്ട്. എൻ്റെ ഡയലോഗ് കേൾക്കാനല്ല ഞാൻ പോടെ വന്നത്, കേട്ടറേ. നീക്കില്ലേ, എൻ്റെ തലേമക്ക് ഇങ്ങനെ പട്ടേന്ന് വെടിവെച്ചാൽ മതി. നീ പിന്നെ ഈ സ്പോട്ടിലുണ്ടാവില്ല. പണ്ടത്തെ കൂട്ടുകാരനെ വെച്ചിട്ടാ ഞാൻ നിന്നെ വെറുതെ വിടണേ, ഇല്ലെങ്കിൽ കാണായിരുന്നു. അപ്പം ശരി നിഖിലേ, ഒരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗൈസ്, ഞാൻ നിഖിലിന് നല്ലൊരു മുട്ടാൻ പണി കൊടുത്തിട്ടുണ്ട്. നിഖിൽ ഇന്നത്തോടെ തീർന്നു. നിഖിൽ കുറേ ദിവസം എന്നിട്ട് വട്ടം കളിപ്പിച്ചു. അത് ശരിയില്ല. ഞാൻ തിരിച്ചവന് പണി കൊടുത്തുല്ലോ, ഭാഗ്യം. അത് മതി. ഇതെന്താ പോലീസാ? ഈ പോലീസ് എന്താ പഠിക്ക് വരുന്നേ? നിഖിൽ അപ്പോഴേക്കും പോലീസിൽ അറിയിച്ചാ? അത് ശരി. നിഖിലിനെ ഞാൻ ഈ വെറുതെ വിടില്ല. അവനെ ഞാൻ നാളെ എടുത്തോളാം. നാളെ ഞാൻ ചിലപ്പോൾ ജീവനോടെ ഉണ്ടായിന്ന് വരില്ല, കാരണം ഈ പോലീസുകാർ ചിലപ്പോൾ എന്നെ കൊല്ലും. അത്രയ്ക്ക് ദുഷ്ടന്മാരാണ് ഇവിടുത്തെ പോലീസുകാർ. ഈ പോലീസ് വണ്ടീന് ആ GTRനെ കമത്തിയ പോലെ കമത്താം. എൻ്റെ തോക്ക് എന്തിയേ?
അല്ല പിന്നെ. അയ്യോ, ഇവിടെ കണ്ട ഒരു പോലീസ് എന്നെ വെടിവെക്കുക. അയ്യോ, എൻ്റെ ടയർ മിൽക്കാണല്ലോ വെടിവെക്കണേ. അയ്യോ, എൻ്റെ ടയർ പൊട്ടി. ഞാൻ ആക്സിലേറ്റർ അമർത്തുന്നുണ്ട്, പക്ഷെ വണ്ടി നീങ്ങുന്നില്ല. അവന്മാരെ ടയർ മിൽക്ക് എന്നെ നോക്കി വെടിവെച്ചു. എന്ത് കഷ്ടം നോക്കിക്കേ. ഇനി ഞാൻ ഈ പോലീസിനെ കൊല്ലാൻ പോവാ. എത്ര നേരം ഇപ്പം ക്ഷമിക്കണതിനൊരു പരിധിയിൽ ഇവരെ ഞാൻ കൊല്ലാൻ പോവാ. അയ്യോ, ഇത്രയേ ഉള്ളൂ പോലീസ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇവിടുന്ന് ഓടിപ്പോട്ടെ, ഇല്ലെങ്കിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.